ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണു എന്ന് വിശ്വസിക്കണു. കേരളത്തിലിപ്പം ഡെയിലി മഴയാണ്. ഇപ്പോഴും ദാ ഇവിടെ ഒരു കാറ്റിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കായിരിക്കും. നല്ലൊരു മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി രാവിലെ മുതലൊരു വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ പ്ലാനായിരുന്നു. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, ട്രിവാൻഡ്രത്തെ വ്ളോഗ്, വീട്ടിൽ നിന്ന് വ്ളോഗ് ഇടുമ്പോൾ എപ്പോഴും കുറേ പേര് കമൻസിൽ ഇങ്ങനെ ചോദിക്കും, കുറേ ചെടികളുണ്ടല്ലോ, ഇതൊക്കെ എന്ത് ചെടികളാണ്, കുറേ ഉണ്ടല്ലോ, ആ ഗാർഡനിങ്ങിനെ കുറിച്ചൊക്കെ ചോദിക്കും. അപ്പം ഗാർഡനിങ് ഇഷ്ടമുള്ള ഒരാൾ ഈ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹായ് പറ വന്നോ, ഗാർഡനിങ് ഇഷ്ടമുള്ള ഒരാൾ ഈ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അത് മിസ്റ്റർ പ്രേം അല്ല, അമ്മയാണ്. ജാനിസ് അമ്മയ്ക്കാണ്. പക്ഷെ അമ്മയ്ക്ക് ഈ പ്രചോദനം കൊടുക്കുന്നത് ഞാനാണ്. പ്രചോദനം കൊടുക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ? അല്ല, എൻകറേജ്മെന്റ്. അതെങ്ങനെ? അല്ല, എന്തെങ്കിലും സഹായിക്കാറുണ്ടോ, കിളയ്ക്കാറുണ്ടോ? അതൊക്കെ അമ്മയോട് ചോദിക്കും. ചെടിക്ക് വെള്ളം ഒഴിക്കാറുണ്ടോ? ചെടിക്ക് വെള്ളം ഒഴിക്കാറില്ല, പക്ഷെ അമ്മയുടെ ബാക്കിയുള്ള കാര്യം ചോദിച്ചു നോക്ക്. എന്ത് കിളയ്ക്കണത്, നടുന്നതും പിന്നെ ഈ സംഭവം തുടങ്ങി വെച്ച ആരാണ് ചോദിച്ചു നോക്ക്. ഇത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. ഹിസ്റ്ററി അപ്പൊ കൊറേ ഉണ്ട്. അപ്പൊ എന്തായാലും അമ്മ വരുമ്പോ ചോദിക്കാം. അതാ, അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ആൾക്കാർ ചോദിച്ചുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇവിടെ ഉള്ള കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. അമ്മ വരുന്നുണ്ട്, നമുക്ക് ചോദിക്കാം. അപ്പോൾ അതെ, ചെടിയുടെ എക്സ്പേർട്ട്, ചെടികളെ കുറിച്ചിട്ട് പറയാനായിട്ട് ജാനിസ് അമ്മ വന്നിരിക്കുകയാണ്. അതെ, അല്ല, ഇവിടെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചെടി, ഈ തൂങ്ങി കിടക്കുന്ന ചെടി എന്താണെന്ന്. ആക്ച്വലി ഇത് കണ്ടോ, ഇത് കായ വന്നിരിക്കുകയാണോ ഇപ്പോ? പേള് പോലെ, ശരിയാ. ഞാൻ ഈ വീട്ടിൽ വന്നപ്പോഴും ആദ്യമായിട്ട് കാണുന്നത്. എന്താ ഇത്? പിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. റിപ്സാലിസ്. ഓ, അപ്പൊ ഇതാണ് ഈ സാധനം ഇങ്ങനെ എപ്പോഴും ഉണ്ടായി കിടക്കും, ഈ പേള് പോലത്തെ? മച്ചോടാകുമ്പോഴാണ് അത് പറിച്ചു കളഞ്ഞോ? അല്ല, ഞാൻ അറിയാതെ തൊട്ടപ്പോ ഒരെണ്ണം കയ്യിൽ വന്നു, പക്ഷെ അത് പ്ലിങ്ങുന്നായി പോയി. കായ, പഴുത്ത കായ പോലെ. ഇതാണ്ട് വൈറ്റ് കളറ് പഴുത്ത് വിളഞ്ഞതാന്ന് തോന്നുന്നു. കഴിക്കണം? ഇല്ല, കഴിക്കത്തൊന്നുമില്ല. ഇതിങ്ങനെ വെറുതെ ഷോയ്ക്ക് വേണ്ടിട്ട് വെച്ചിരിക്കണം. പിന്നെ ഇത് ഈ ചെടിയാണ് ഇവിടുത്തെ ഒരു വെറൈറ്റി. ഹോയ. ഹോയ ഇതുപോലെ തൂങ്ങി കിടക്കും അല്ലേ? ഹോയ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അത് ഹോയ, അത് വൈറ്റ്. ഇത് കാർമോസാ. ഈ ഹോയ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ചെത്തിപ്പൂവ് തലകുനി. അയ്യോ തൊടുമ്പോ തന്നെ എല്ലാം പോണു. കുഴപ്പമില്ല, അത് മച്ചോട് അത് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോ കൊഴിഞ്ഞു പോകും. പക്ഷെ ഈ പൊഴിയുന്ന തണ്ടില്ലേ, ഇത് വെട്ടിക്കളയല്ലേ ഈ ചെടിയെ, ഈ തണ്ടില്ലേ, ഈ തണ്ടേന്ന് തന്നെ വീണ്ടും അടുത്ത കൊലയുണ്ടാവും. അതാണ് ഹോയ. ഹോയ എന്നുള്ള പേരാണ് എല്ലായിടത്തും. ഹോയ പലതരമുണ്ട്, പല ടൈപ്പാണുള്ളത്. കളർ ഇത് തന്നെയാണ് എല്ലായിടത്തും. ഇതിന്റെ മേൽഭാഗത്ത് പല പ്രാവശ്യം പൂക്കൾ ഉണ്ടായതാ. ഇനി ഇതിന്റെ അടുത്ത ടിപ്പില്ല. അപ്പൊ ഈ ചെടി നമ്മള് ചില ചെടികളൊക്കെ പ്രൂൺ ചെയ്യുമല്ലോ, ഇത് പക്ഷെ അങ്ങനെ പ്രൂൺ ചെയ്യരുത്. അത് ശരി. ഈ ഉണ്ടായത് തന്നെ. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ. അതാ, ഒരു ചെത്തിപ്പൂ തല കുനിച്ചിട്ടാ ഇങ്ങനെ ഉണ്ടാവും. വേറൊരു ടൈപ്പ് ഹോയാണ്, പക്ഷെ അതിലിപ്പോ പൂവില്ല. ഇത് സൺറൈസ് എന്ന് പറയും, ഹോയ സൺറൈസ്. ഹോയ സൺറൈസ്. ഇത് ഹോയ കാർണോസയാണ് തോന്നുന്നു. ഹോയ സൺറൈസ്, ഹോയ കാർണോ. ഇതിന്റെ മൊട്ട് വരുന്നത് കണ്ടോ? ഇത് കണ്ടോ? ഇത് നേരത്തെ ഉണ്ടായ ഒരു കമ്പാണ്. അല്ല, അപ്പൊ ഇത് ഇനി വലുതാവോ ഈ പൂവ്? കുറച്ചും കൂടി ഏത് കളറ്? റൗണ്ട് പോലെ ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് കളർ വരും. വലിയതില്ല. അടിപൊളി. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ഹോയ ഉണ്ട്. ഹോയ നമ്മളിങ്ങനെ പടർത്തി വെച്ചിരിക്കുകയാണ് അവിടം വരെ. ഇത് ഭയങ്കര ഹൈറ്റിൽ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോവാണ്. അതിന്റെ പേരെന്താ? ഫ്രേസർ ഐലൻഡ്. എന്താ? ഫ്രേസർ ഐലൻഡ്. ഫ്രേസർ ഐലൻഡാ. ഇതിനൊക്കെ മലയാളത്തിലെ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. അതിങ്ങനെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇവിടെ എത്തി? ഷോ, നമ്മള് പോയപ്പോ ഓസ്ട്രേലിയയിൽ നിന്ന് ചെടിയൊന്നും കൊണ്ടുവന്നില്ല. ഏത് ഈ മഞ്ഞയാ? ആ മഞ്ഞ മഞ്ഞ എല്ലാ നാട്ടിലും കണ്ടിട്ടുണ്ട്. മറ്റതിനപ്പൊ പൂ ഉണ്ടാവില്ലേ? ഉണ്ടാവും, പക്ഷെ അത് 2-3 വർഷം എടുക്കും. ഇപ്പൊ 1.5 വർഷം ആയുള്ളൂ നട്ടിട്ട്. അല്ല, ഈ പ്രേസറിന് അതാ 2-3 വർഷം എടുക്കും. പക്ഷെ ഉണ്ടായാൽ ചുവട് മുതലായിരിക്കും പൂ. നല്ല രസം. ശരി. ഇതേതാ ഈ പച്ച പിടിച്ചെടുക്കണം? അത് എപ്പീഷ്യ.
എപ്പീഷ്യ. എപ്പീഷ്യ പലതരമുണ്ട്. പിങ്ക് പൂക്കളുള്ളതുണ്ട്, റെഡ് പൂക്കൾ. ഇവിടെ പിങ്ക് മാത്രമല്ലേ ഉള്ളൂ? പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ മൊത്തം പിങ്ക്, ഇവിടെയാണ് റെഡ്. കളറ് ഇലയ്ക്കും വ്യത്യാസമുണ്ട്. ഇതിന്റെ പേരെന്താണ്? എപ്പീഷ്യ. അപ്പൊ എപ്പീഷ്യയുടെ പിങ്കും ഉണ്ട്, റെഡും ഉണ്ട്. ഇതൊക്കെ കുറെ നാളായിട്ടുള്ളതല്ലേ? അല്ല, ഇതിന്റെയൊക്കെ മലയാളം പേര് അമ്മയ്ക്കറിയോ? ഫുൾ ഇംഗ്ലീഷ് ആണോ? എങ്ങനെ പഠിച്ച ഇംഗ്ലീഷ്? ചെടീനെ കുറിച്ച് നമുക്ക് ചെറുതിലെ ഈ ചെടികളോട് ഇഷ്ടമുണ്ട്. അല്ല, എന്നാൽ ഈ പേരുകൾ എവിടെ നിന്ന് കിട്ടി? അങ്ങനെ ആകുമ്പോ ഞാനിത് എനിക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് നോക്കിയിട്ട് ഇങ്ങനെ വീഡിയോസ് കണ്ടൊക്കെ മനസ്സിലാക്കി. പക്ഷെ കുറെയൊക്കെ എനിക്ക് ഈ എപ്പീഷ്യയൊക്കെ എനിക്ക് കൊച്ചിയിലെ അറിയാവുന്ന. ഹോയൊക്കെ ഇപ്പം പഠിച്ചു വന്നതാണ്. ഇതൊക്കെ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഹോയ ക്രിയ അതൊക്കെ കേൾക്കുന്നത്. ഇത് എന്റെ വീട്ടിലുണ്ട്. മറ്റേ വെള്ളപ്പൂ ഉണ്ടാവണല്ലേ? വെള്ളയല്ല, ഇതിന്റെ വെള്ളം ഉണ്ടാകുന്നുണ്ട്. ഒരു പിങ്ക് ആണ്. ഇതുവരെ പൂത്തിട്ടില്ല. അപ്പൊ അത് ഇതല്ല. അപ്പൊ എന്റെ വീട്ടിൽ ടെക്കോമ ക്രീപ്പർ ആണ്. ടെക്കോമ ക്രീപ്പർ. ടെക്കോമ ക്രീപ്പർ. അതില് പൂ ഉണ്ടായില്ല ഇതുവരെ. ഹോയ. ആർക്കെങ്കിലും പിള്ളേർക്കൊക്കെ പേരിടണമെങ്കിൽ ഇടാം. ഹോയ, ടെക്കോമ, ടെക്കോമ എന്നൊക്കെ പറഞ്ഞു. ഇതൊരു ഹാങ്ങിങ് ശരിക്കും. ഇത് ഈ എപ്പീഷ്യ. പിന്നെ ഞാനിങ്ങനെ കുറെ ട്രേ കിട്ടിയപ്പോ ഇങ്ങനെ ചുമ്മാ. ഇതിലപ്പോ പൂ പിങ്ക് കളർ ഉണ്ടാവും, പക്ഷെ ഇപ്പൊ ഇല്ല. ഇതുവരെ ഉണ്ടായില്ല. ഇതെന്താണ്? ഇതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും തോന്നുന്നു. നമ്പ്യാർ വട്ടം പണ്ട് ചെറുത്. അതെ അതെ അതെ. ഓ, ആദ്യമായിട്ടൊരു മലയാളം പേര് കേട്ടു. നമ്പ്യാർ വട്ടം. ബുഷി ടൈപ്പ് ആണ് ഇത്. ഇതിലൊരു കളറുള്ളൂ. അതിന് ഈ വൈറ്റ് പൂക്കളേ ഉള്ളൂ. ആണോ? ഇനി ഇതോ? ഇത് 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 ചൈനീസ് ബോൾസം. ബോൾസം. ചെടി തന്നെയാണ്. അതെ, അതും പല കളർ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ ഈ റെഡ് മാത്രമല്ലേ ഉള്ളൂ. 3-4 കളറുണ്ട്. പക്ഷെ അതൊന്നും പ്രോപ്പറായിട്ട് കിടക്കുമല്ല. അതൊക്കെ ഇനി ഒന്ന് പ്രോപ്പർ ആക്കണം. 4-5 കളറുണ്ട്. അത്രേ ഉള്ളൂ. ഇതോ? പായല് പോലത്തെ. അത് പെനിവേർട്ട്. പെനിവേർട്ട്. പായലോ? അതിൽ ഏത് ആംഗിൾ കണ്ടിട്ട് എനിക്ക് പായലായിട്ട് തോന്നുന്നു. അല്ല, ചില ഇതിന്റെ വലിയ സാധനം പായല് പോലെ ചില വെള്ളത്തിൽ കണ്ടിട്ടുണ്ട്. വലിയ കുളത്തിലൊക്കെ. അതെ. ആഫ്രിക്കൻ പായൽ അല്ല, ആഫ്രിക്കൻ പായൽ ഇങ്ങനെ ഇങ്ങനെ വെകിളി പിടിച്ചിരിക്കുന്നല്ലേ? വയലറ്റ് കളറിലെ ഒരു പൂ ഉണ്ടാകുന്നില്ലേ? അതല്ല. അല്ല, ഇങ്ങനെ ചെറുതായിട്ട് കിടക്കുന്നത്. ഇത് ഇങ്ങനെ എന്തോ ഒരു. ഇപ്പൊ എനിക്ക് ചെടീനെ കുറിച്ച് വലിയ അറിവില്ല, പക്ഷെ അങ്ങനെ തോന്നി എനിക്ക്. ഇതിന് പൂവുണ്ടോ? ഇത് ലീഫി. അതെ, എന്നാലാണ് ഇത് ഇതാവുള്ളൂ അല്ലേ? ഇതെന്താ? മിക്കാഡോ. ഇതൊരു കൊച്ചിന് പേരിടാം. മിക്കാഡോ, ഹോയ, മിക്കാഡോ, ഡെക്കോ. സാൻസിവേരിയ സ്നേക് പ്ലാന്റ് എന്ന് പറയും. അതെല്ലാവർക്കും കേട്ടിട്ടുണ്ട്. പലതരമുണ്ട്. സാൻസിവേരിയ. ഇത് മിക്കാഡോ. ഇത് മുള്ളു കുത്തണ പോലെ മിക്കാഡോ. ഇതിന്റെ ഇല എടുത്ത് വെച്ചാൽ ഇത് പ്രോപ്പഗേറ്റ് ചെയ്യാം. ഞാനിപ്പോ ഇല കട്ട് ചെയ്ത് വെച്ച് വേറൊരു ചെടി കണ്ടുപിടിപ്പിച്ച് വെച്ചിരിക്കുന്നു. ഇത് 3 അല്ല. ഇതൊരു ബ്രൗൺ കളറ്. ഇതൊക്കെ ലീഫി മാത്രം. ഇതിന്റെ പേരെന്താ? ആണോ? അത് പറ. അത് ചുമ്മാതാ. അത് വെറുതെ ഇവരോട് ഇച്ചിരി വെള്ളം ഒഴിക്കാൻ പറയാൻ പോലും ഞാൻ കഷ്ടപ്പെടുക. ഇവർക്കൊന്നും അതെനിക്കറിയാം. പക്ഷെ കുഞ്ചു ആണ് അമ്മയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള പ്രചോദനം. ആദ്യത്തെ തുടക്ക സമയത്ത് കുഞ്ചു കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മണ്ണൊക്കെ ഇളക്കി ഫില്ല് ചെയ്യാനെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തൊക്കെ വെച്ചു. പിന്നെ ഇപ്പൊ ഒന്നും നോക്കാം. അങ്ങനെയല്ല, ഉള്ള സമയത്ത് ചെയ്തിരിക്കണം. ഉള്ള സമയത്ത് ഏതാ ചെടി എല്ലാം വെച്ച്. അതെ. സമയമില്ല. അത് ചുമ്മാ പറയും. വെക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ കഷ്ടപ്പാടാണ്. അപ്പൊ എന്റെ ആഗ്രഹം പോലെ ഇപ്പൊ ഇതിവിടെ ഫുൾ ആക്കാൻ പറ്റുന്നില്ല. കാര്യം കുറെ പണിയുണ്ട്. ഇവിടെ ഒന്ന് പ്രോപ്പർ ആക്കണം. അതുപോലെ കുറച്ച് അതിന് നിങ്ങൾ സഹായിച്ചേ പറ്റൂ. ഇത് സാൻസിവേരിയയുടെ വേറൊരു ടൈപ്പ്. അപ്പൊ കൂടുതൽ ഇവിടെ എനിക്ക് തോന്നുന്നു പൂക്കളെക്കാളും കൂടുതൽ ഇലകളാണോ? പൂക്കളും ഉണ്ട്. ഇത് നമ്മൾ കണ്ടതല്ലേ? ഇതേതാ? ഇത് പണ്ടൊക്കെ ഒത്തിരി കോമൺ ആയിട്ടുള്ളതായിരുന്നു. ഇപ്പൊ ഇതിന്റെ ഒത്തിരി ഹൈബ്രിഡ് വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് പണ്ട് വലിയ മണമൊന്നുമില്ല. ശവന്നാറി എന്നാണ് പറഞ്ഞത്. ശവന്നാറി, കറക്റ്റ്. പിന്നെ നിത്യകല്യാണി എന്ന് പറയും. ശവന്നാറിയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം. പക്ഷെ കാരണം വെച്ചാൽ അതിന്റെ മണം കണ്ടോ ഒരു. പക്ഷെ ഇതിന്റെ പല കളറിലേത് ഇപ്പൊ ഹൈബ്രിഡ് വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ട്.
നടുക്കൊക്കെ ഇതുള്ളതും ഇത് രസമുണ്ട് ഇതാ. അത് ബട്ടർഫ്ലൈ പ്ലാന്റ്, ഓക്സാലിസ് ട്രയാങ്കുലാരിസ് എന്ന് പറയാം. ആദ്യത്തെ ബട്ടർഫ്ലൈ പ്ലാന്റ് അത് മതി. ഓക്സാലിസ് ട്രയാങ്കുലാരിസ് മാത്സ് ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ. അല്ല ഇതിൽ ഈ ഒരു ഇങ്ങനെ പൂവുണ്ടാവും അല്ലേ? ഒരു പച്ച ഉണ്ടായിരുന്നു, അതങ്ങ് പോയി. അതിലിങ്ങനെ ഓക്സാരിസ് സാൻഡാരിസ് ട്രയാങ്കുലർ. അതാ മാത്സ് ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു പ്രതീതി. ബട്ടർഫ്ലൈ പ്ലാന്റ്. ഗ്രീൻ പോയി, ചെടി പോയി. മേടിക്കാം അങ്ങോട്ട്. ഇതെന്താ ഒരു ഇതുപോലെ ഇരിക്കണം വലിയൊരു. ഇത് ഇതാണ് ഫെലനോപ്സിസ് ഓർക്കിഡ്. ഓർക്കിഡാണോ? അത് നല്ല വിലയുള്ള ചെടിയാ. ഫെലനോപ്സിസ് ട്രയലിന് വാങ്ങിച്ച് നട്ടിരിക്കുക. ഇത് ഇതുവരെ പൂത്തില്ല. ഓർക്കിഡാ. ഇതോ? അത് ഒരു ക്രീപ്പർ വെറുതെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പൂവില്ല. ഹാങ്ങിങ്. അതിലൊരു മഞ്ഞ കളർ പൂവുണ്ട്. ഇതേണ്ട ഒരു മഞ്ഞ കളർ. ഇതേതാന്നറിയാ ചെടി? അന്ന് അവര് വന്നപ്പം കൊണ്ടുവന്നില്ലേ? ആര് വന്നപ്പോ? ദർശനം കൊണ്ടുവന്നില്ലേ? ആ ചെടിയായിരുന്നു. ദർശന ആണോ? ദർശനം കൊണ്ടുവന്ന ചെടിയാണ് ഇവിടെ നട്ടേ. ഇതും ആ ബ്ലാക്ക് സീസിൽ ഒരെണ്ണവും ദർശനം കൊണ്ടുവന്നു. ദർശനക്ക് അപ്പൊ ദർശനയുടെ വക ഒരു സംഭാവന. മണം ഞാനും കൊണ്ടുവന്ന ഒരു ചെടി ഉണ്ടാവല്ലോ. അതേത് സംഭാവന? പിന്നെ വൈറ്റ് കളറിലെ ബൊഗൈൻവില്ല ഇല്ലേ? അത് ഒരെണ്ണം നിങ്ങൾ കൊണ്ടുവന്നെ. പിന്നെ വയലറ്റ് പൂ നിൽക്കുന്നില്ലേ? ശ്രീലങ്ക മുല്ല. അല്ല, വയലറ്റ് ജാസ്മിന്. അങ്ങോട്ട് പോവാം. പിന്നെ ഹോയയുടെ വേറൊരു ടൈപ്പ്. ഇത് ഹോയല്ലേ? അത് ഹോയ. ഈ ഹോയ അടുത്ത് വന്ന് ഇതിന്റെ പൂവിന്റെ കളർ നോക്കി. കളറല്ല, അതിന്റെ ഷേപ്പ് നോക്കി വേറൊരു പോലെ. നല്ല രസം കാണാൻ. ഹോയ യെല്ലോ. ഹോയ യെല്ലോ. വൈറ്റ് ഹോയ. അപ്പൊ ഈ വ്ലോഗിന്റെ പേരാണ് ഹോയ ഹോയ്. ഹോയ ഹോയ്. ഇത് ലണ്ടാന. ലണ്ടാന. ഇത് കൊങ്ങിണി. പണ്ട് കൊങ്ങിണി എന്ന് പറയും. ഇപ്പൊ ഇതിന്റെ പേര് ലണ്ടാനാണ്. ഈ കൊങ്ങിണിക്കാണ് ലണ്ടാന. ഇത് പക്ഷെ വിരിഞ്ഞു വരുമ്പോ നല്ല ഞങ്ങളുടെ നല്ല കൊങ്ങിണിപ്പൂവാണിത്. ഇത് വിഷമല്ലേ? വിഷം എന്തൊക്കെയുണ്ട്? ഇല്ല, കൊങ്ങിണിപ്പൂവിന് പല കളറുണ്ട്. മഞ്ഞ. വിഷമൊന്നും സാക്സിന്റെ പ്രശ്നമല്ല. വിഷം ഇറക്കുന്ന വീട്ടിലാ ഞാൻ. റെഡ് കണ്ടോ? ഇത് നല്ല കളറാട്ടോ. ഇതിന്റെ ഒരു ഇതൊക്കെ എനിക്ക് മിക്ക വീടുകളിലും നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ പേര് കേട്ട് നിങ്ങൾ നെട്ടരുത്. ഇത് കൊങ്ങിണിപ്പൂവാണ്. പിന്നെ അമ്മ എന്താ പറയുക പേര്? ലണ്ടാന. എപ്പീഷ്യയുടെ വേറൊരെണ്ണം കണ്ടോ? എപ്പീഷ്യയുടെ വേറെ. നമ്മൾ അവിടെ കണ്ട ആ വയലറ്റ് പൂവിന്റെ ഇല വ്യത്യാസമുണ്ട്. ഇല വ്യത്യാസം. ഇത് വേറൊരു ഹോയയാണ്. അവിടെ നമ്മൾ കണ്ട റെഡിന്റെ ഇല ഇതും വ്യത്യാസമുണ്ട്. ഇത് വേറൊരു ഹോയയാണ്. വീണ്ടും ഹോയ. ഇതുവരെ ഇത് പൂത്തിട്ടില്ല. ഇതിന്റെ പൂ എന്താണെന്ന് അറിയത്തില്ല. അത് കാരണം ഹോയ വെരിഗേറ്റ്. അത് ഇതാണ് മെക്സിക്കൻ പെറ്റൂണിയ. മെക്സിക്കൻ പെറ്റൂണിയ. അതിന്റെ 2-3 കളറുണ്ട്. പിങ്ക്, വൈറ്റ്, വയലറ്റ്. നമ്മുടെ ഇവിടെ വയലറ്റും പിങ്കും വൈറ്റും ഉണ്ട്. ഇത് വൈറ്റ്. എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെ, ആര് മേടിച്ചു തന്നു ഇതൊക്കെ? ഇത് എവിടെ നിന്ന് അമ്മ കിട്ടിയേ? ഏത്? ഇതൊക്കെ പെറ്റൂണിയ മെക്സീഷ്. ആരാ ആരാ വാങ്ങിച്ചു തന്നെ? നമ്മൾ ഈ ഒരുപാട് യാത്രകൾ പോകും. പോകുന്ന വഴിക്ക് നമ്മൾ കാണുമ്പോൾ മേടിക്കും. ഒരു പൈസ എല്ലാം ഞാനാ കൊടുത്തത്. ഓൺലൈനിൽ മേടിച്ച ആരാ ഓൺലൈൻ മേടിച്ചത്? ഇന്നലെ ഇവിടെ മേടിച്ച ചട്ടിയോടെ പോയി അവിടെ ഉണ്ട്. ഒരു ചട്ടി മാത്രം കുഞ്ചു മേടിച്ചു. നിമിഷം നേരം കൊണ്ട് എന്തൊക്കെയാ ആ എനിക്ക് ചട്ടി ഉണ്ടോ? ആ ചട്ടി ഞാനാ മേടിച്ചത്. ഇതാ ഈ തൂക്കി സാധനം എല്ലാം ഞാനാ മേടിച്ചിരിക്കുന്നത്. ചട്ടി മേടിച്ചിട്ട് കാര്യമുണ്ടോ? പൈസ കൊടുക്കണ്ടേ? അതെ. വരുമ്പോ അമ്മയുടെ പേഴ്സ് ഇവിടെ ഇരിക്കുമ്പോ നമ്മൾ അവിടെ നിന്നല്ലേ മേടിക്കുള്ളൂ. അമ്മ പൈസ തരും. കണക്കുകൾ പലതും. അതെ, കണക്കുകളൊക്കെ എഴുതി വെക്കണം അമ്മ, അല്ലെങ്കിൽ പണി പാളും. ഇനി അടുത്തത് എന്ത്? ഓ, ഇത് ഇച്ചിരി ഡേഞ്ചറാണ്. സുന്ദരി വെണ്ട അല്ലേ? അപ്പൊ വെണ്ടയ്ക്ക ഇംഗ്ലീഷ് വേണ്ട, കുറെ ഇംഗ്ലീഷ് കേട്ട്. ഇനി മലയാളം മതി നമുക്ക്.
ആ നല്ല പൂ. ഈ താഴെ ഈ പൂ ഞാൻ കണ്ടില്ലായിരുന്നു. മേളിലോട്ടേക്ക് പോകുന്നത് ചെമ്പരത്തിയുടെ പോലത്തെ ഒരു ഷേപ്പാണ്, പക്ഷെ ഇത് ചെമ്പരത്തി അല്ല. ഇതിന്റെ പേരാണ് സുന്ദരി വെണ്ട. അപ്പൊ സുന്ദരി വെണ്ട. പക്ഷെ ഈ വീട്ടിലെ ഇതില്ലേ, ചെമ്പരത്തി ഇല്ലേ? ഒരു ചെമ്പരത്തി ഉള്ളൂ. തുളസി എവിടെ? വെക്കണം. ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു പൂക്കള്. പക്ഷേ ഇത് മറ്റേ ബോൾസ് അത് തന്നെയല്ലേ ബോൾസ്? ആ, ഇത് നമ്മൾ ആദ്യം കണ്ട ബോൾസിന്റെ പിങ്ക്, വെള്ള ആൻഡ് ഓറഞ്ച് ബോൾസ് അത്രയുണ്ട്. കറ്റാർവാഴ എന്താ ഇങ്ങനെ വീണ് കിടക്കണേ? അത് അതിനകത്ത് വളർന്നതായ അങ്ങനെ വളഞ്ഞു പോയത്. കറ്റാർവാഴ അതെ, ഔഷധ ഗുണമുള്ള കറ്റാർവാഴ വീണിത് കിടക്കുന്നു. അങ്ങനെ ചരിഞ്ഞു വളരുക. ആണോ? പിന്നെ നമ്മുടെ മെലസ്റ്റോമ അതാണ്ട്. ഞങ്ങൾ ഇതിന് കദളി എന്നാ പറയണ. കദളി കദളി ആ അതിൽ കദളിപ്പൂ. അതിന് മെലസ്റ്റോമ എന്ന് പറയുന്നു. ഞാൻ വിചാരിച്ചു അത് ഇവിടെ ഇല്ല, നീ മൂലയിൽ ഇരിക്കണോണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ വീട്ടിലൊക്കെ ഉണ്ടാവണ ചെമ്പരത്തി. നല്ല അഞ്ചിതൾ ചെമ്പരത്തി, താളിയൊക്കെ തേക്കാൻ പറ്റുന്ന അഞ്ചിതൾ ചെമ്പരത്തി. ലെമൺ വൈനോ? ഏത് ഇതോ? അത് ശരി, വൈനിടാൻ ഇതിന്റെ നമ്മള് ഏത് ഈ കായോ? നല്ല ടേസ്റ്റാ. അന്നുണ്ടായില്ലേ കൊറേ? എന്നിട്ടെന്തായി? ഇത് രസമുണ്ട്. ഇതെന്താ? ഇതിപ്പോ സീസൺ ആയില്ലല്ലോ. ആണോ? സീസണോ അങ്ങനെ ഒന്നുമില്ല. ആ ശരി, നിറച്ചുണ്ട്. നല്ല രസമുണ്ട്. കൊന്ന പോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങിയിരിക്കും. ആ ഫ്രെയിം ഇല്ലേ, അലുമിനിയം ഫ്രെയിം പണ്ടത്തെ, അതെടുത്ത് ഇവിടോട്ട് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളൊക്കെ വരുമ്പോ ചെയ്യിക്കണം എന്ന് വിചാരിക്കണേ. എനിക്ക് പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാ. ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതിലോട്ട് കയറ്റി ഇങ്ങനെ ഇടണമെന്നുണ്ട്. ഇത് ഇങ്ങോട്ട് വിടാതെ ഇതേ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വിടുമ്പോ ഇങ്ങനെ പൂക്കളായിട്ട് തൂങ്ങി കിടക്കും. കൊന്ന പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കും. അതാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഇതിന്റെ പേര്, ഇതൊന്നും എല്ലാ വീട്ടിലും ഉണ്ടാവില്ല, ഇതൊക്കെ ചില വീടുകളിൽ ഉണ്ടാവുള്ളൂ. ഗോൾഡൻ കാസ്കേഡ്. ഇപ്പൊ എല്ലാരും മേടിച്ച് വളർത്തുന്നുണ്ട്. ഇത് ചൈനീസ് പെർഫ്യൂം. നല്ല മണം അതിന്റെ പൂ. ചൈനീസ് പെർഫ്യൂമോ? ഇല്ല, പൂ വരുമ്പോഴാ. ഇപ്പഴില്ല. ഇലയ്ക്ക് മണമില്ല. എന്ത് കളർ പൂവ് ഉണ്ടാവണ? ഒരു മഞ്ഞ കളറ് പൂവായിട്ട്. ഒരു വർഷത്തിൽ നമ്മൾ ഇവിടെ ഉണ്ടായിട്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത് കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു മുട്ട പോലെ നിൽക്കുള്ളൂ, വിരികയില. പക്ഷെ ഭയങ്കര ഉണ്ടായ നല്ല മണാണല്ലേ. ഞങ്ങളുടെ കുറച്ച് മീൻ വളർത്തൽ ചേട്ടന്റെ ഹോബീസ്. ഗപ്പി ഇതൊക്കെ എവിടെയാ വെള്ള കാണാൻ വരുന്നില്ല. ഗപ്പി ഏഞ്ചലോ? മൊത്തം വയലായി ചേട്ടാ. ക്ലീൻ ചെയ്യേണ്ട സമയമായിരിക്കണു. അമ്മേ, ചേട്ടൻ ക്ലീൻ ചെയ്തെന്ന് പറയുള്ളൂ, ചെയ്യണമെങ്കിൽ എന്റെ കൈ വരണം. ആ നല്ല കൈ ഒന്ന് കാണിച്ച്. ആ കൈകൾ വന്നാലാണ് ഇനി അത് ക്ലീൻ ആവുള്ളൂ. അത്രേ ഉള്ളൂ. ഇത് പറ, അവന്റെ കാറ്റ്സ് ക്ലോ ഇത് കാറ്റ്സ് ക്ലോ. ഇത് ഇതുവരെ പൂത്തില്ല. ഇത് ഒരുപാട് പേര് അന്ന് ഞാൻ ആ ബ്ലാക്ക് ഫോട്ടോ ഇട്ടില്ലായിരുന്നു? ഫോട്ടോ ഇട്ടപ്പോ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ഇത് എന്ത് ചെടിയാ, എന്ത് ഇല, ഇതില് പൂവുണ്ടാവോ എന്നൊക്കെ കുറെ ചോദ്യം ചോദിച്ചു. അതിന് ക്രീപ്പർ, കൈ എവിടെ പോയി? കൈ കാണുന്നില്ലേ? പിടിച്ചു പോകുന്നതാണ്. നല്ല മുറിവുണ്ട്. ഇതിപ്പം കുറച്ച് ഉണങ്ങിയിരിക്കുക, ഷാർപ്പായിട്ടിരിക്കുക. പക്ഷെ ഇതൊരു വീട്ടില് നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ പിടിക്കും. അപ്പൊ ഒരു ഫോട്ടോക്കൊക്കെ നല്ല പറ്റിയൊരു ഫ്രെയിമാണ്. ആ അതന്നെ, മതില്, തൂണ് അവിടെയൊക്കെ വെക്കാം. ഞങ്ങൾ ആ ഫോട്ടോ, ഒരുപാട് ഫോട്ടോ ഇതിന്റെ ഫ്രണ്ടിൽ എടുത്തു ഞങ്ങൾ. നല്ല ഫോട്ടോസ്. ആ ഇത് ഞാൻ മേടിച്ചോണ്ട് വന്ന ചെടി കാണിക്കും. വയലറ്റ് ജാസ്മിൻ ഞാൻ മേടിച്ചോണ്ട് വന്നതാണ്. ഫസ്റ്റ് ഈ വീട്ടിലേക്ക് വലതുകാലം എടുത്ത് വെച്ചപ്പോൾ ഞാൻ കൊണ്ടുവന്നല്ലേ ഇത്. ഇന്നലെ ഞാൻ വേറൊരു സാധനം കൊണ്ടുവന്നു. പൂത്തുവോ? ഒരു പൂട് ഉണ്ടായില്ലേ? ഇത് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. വൈറ്റ് ചെമ്പരത്തി. ഇവിടെ ഒരു ചെമ്പരത്തി ഇല്ലല്ലോ, അതുകൊണ്ട് ഒരു വൈറ്റ് ചെമ്പരത്തി ഞങ്ങൾ ഇന്നലെ മേടിച്ചു. അമ്മ, ചെമ്പരത്തി പതുക്കെ വെക്കാവേ, 10 ദിവസം വെക്കാൻ പാടില്ല. 10 അല്ല, അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ഇളക്കിയാൽ മതി. ഒരു മാസമല്ല, കുറച്ച്. ചെടിയെല്ലാം നമ്മുടെ
ഒരു അറ്റ്മോസ്ഫിയർ മാറുമല്ലോ, ഒരു ഹാബിറ്റാറ്റിൽ നിന്ന് വേറൊരിടത്തോട്ട് കൊണ്ടുവരുമല്ലേ, അപ്പൊ അതിനായിട്ടൊന്ന് അഡ്ജസ്റ്റ് ഇപ്പൊ കുറച്ചായുള്ളൂ ഈ ചട്ടിയിലേക്ക് ആക്കിയിട്ടത്. അപ്പൊ ഇനി ഒരു മാസം കഴിഞ്ഞാൽ മതി. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടിട്ട് എന്തോ ഒരു മരുന്ന് ഇടാൻ പറഞ്ഞു. എന്താ DAP ആണോ? DAP അതെല്ലാം മേടിച്ചേ. അല്ല അതാണ് അതാ പറഞ്ഞത്. അതാ പൂക്കാനുള്ള മരുന്ന് DAP. അതെ, അപ്പൊ അത് ഇനി നമുക്ക് സെറ്റ് ചെയ്യണം. ഇതാണ് എസ്റ്റർഡേ. ഇതിന്റെ ചോട്ടി വെച്ച് വല്ല വീണ തേങ്ങ പോകും. യെസ്റ്റർഡേ ടുഡേ ഇത് പിടിച്ചു നോക്കിയാ, ഇതും പുതിയത് കൊണ്ടുവന്നാ. ഇത് എസ്റ്റർഡേ ടുഡേ ടുമോറോ അല്ലെങ്കിൽ സൺഡേ മൺഡേ ട്യൂസ്ഡേ. എന്താ അങ്ങനെ പേര് പറയണം കാരണം? ഇതിന്റെ പൂക്കൾ 3 കളറിലാകും. ആദ്യം വൈറ്റ്, പിന്നെ ഒരു ലൈറ്റ് പിങ്ക് വന്നിട്ട് പിന്നെ വയലറ്റ്, അങ്ങനെ അങ്ങനെ 3. അതായത് സൺഡേയിൽ ഒരു കളർ, മൺഡേയിൽ ഒരു കളർ. 3 കളറിൽ ഈ പൂവിന്റെ കളർ മാറും. അത് ഈ 3 കളറിലെ പൂ ഒറ്റ പ്ലാന്റിലുണ്ടാവും. ഇതിന് ഭയങ്കര മണവുമാണ് നാടനാണെങ്കിൽ. ഹൈബ്രിഡിന്റെ കാര്യം എനിക്ക് അറിയാം. അല്ല, ഹൈബ്രിഡിന് മണം കുറവാന്ന് പറയുന്നത്. ഇവിടെ ഞാൻ അവിടെ വെക്കാനായിരിക്കുന്നത് തെറ്റി പോയി. ഒരു വലിയ മരമാകുന്നത്. ആ, പക്ഷെ ഹൈബ്രിഡ് ആയതുകൊണ്ട് ചട്ടി വെക്കാം. നാടൻ മേടിച്ച അവിടെ ഒരെണ്ണം തറയെ കുഴിച്ചു വെക്കാം. അപ്പൊ സൺഡേ മൺഡേ ട്യൂസ്ഡേ നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ മേടിച്ചു വെച്ചോ. നല്ല മണമുണ്ട്. നല്ല മണമുണ്ട്. ഞാൻ മണപ്പിച്ചിട്ടുണ്ട്. കുഞ്ചു മണപ്പിച്ചിട്ടാ എടുത്തത്. അതൊക്കെ മണമുണ്ടോ ചോദിക്കാൻ പറഞ്ഞു. ഇത് നോക്കി, ഇത് മറ്റേ ഈ പശുവിന് കൊടുക്കണ പുല്ലല്ലേ? അത് അവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അമ്മ എനിക്ക് തന്നത്. അതല്ലേ പശുവിന് കൊടുക്കണ പുല്ല്. പശുവിന് കൊടുക്കുന്നതല്ല, ഇതിലൊരു മഞ്ഞ. ഇത് കാണിച്ചില്ലല്ലോ. ഇതിന്റെ പേരെനിക്കറിയാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നടക്കുന്ന സാധനം. മണിപ്ലാന്റ് അല്ലേ? മണിപ്ലാന്റ്. മണിപ്ലാന്റിന്റെ ഗോൾഡൻ പോത്തോസ്. മണിപ്ലാന്റിന് പോത്തോസ് എന്നും പറയും. പോത്തോസ്. ആ, അതിന്റെ ഇത് ഗോൾഡൻ പോത്തോസ് ആണ്. ഇതിന്റെ ഇല കണ്ടോ ഒരു സ്വർണ്ണ കളർ പോലെ വരുന്നത്. അതുകൊണ്ട് ഗോൾഡൻ പോത്തോസ്. ആ നിൽക്കുന്ന മേളിൽ നിൽക്കുന്നത് മഞ്ജുള പോത്തോസ്. പിന്നെ മഞ്ജുള എന്ന് പറയാൻ അതല്ല അതിന്റെ പേരെങ്ങനെ. പിന്നെ വേറൊരു സിൽവർ പോത്തോസും ഉണ്ട് ഇവിടെ. പിന്നെ ഒരു സാധാരണ പോത്തോസും ഉണ്ട്. നമ്മുടെ മഞ്ജുള പോത്തോസ്. അങ്ങനെ. അപ്പൊ മണി പ്ലാന്റില് പലതരം മണി പ്ലാന്റ് ഉണ്ട്. ഇനിയുണ്ട് ഗോൾഡൻ പോത്തോസ്, സിൽവർ പോത്തോസ്, മാർബിൾ പോത്തോസ് ഉണ്ട്. മാർബിളിന്റെ ഡിസൈൻ ഉള്ള മാർബിൾ പോത്തോസ് ഉണ്ട്. ഇതോ അത് ഷെഫ്ലോറ എന്ന് പറഞ്ഞ ഒരു ലീഫി ചെടിയാണ്. അത് ഇലകളുടെ ഭംഗിയേ ഉള്ളൂ. ആ അതെ, പക്ഷെ ഭംഗിയുണ്ട്. നല്ലൊരു ഒരു ഗ്രീനും വൈറ്റും എല്ലാം കൂടി മിക്സ് ചെയ്ത്. എന്താണ് ഷെഫ്ലോറ? ഷെഫ്ലോറ ബാമ്പു. ഒരു ഇത് ബാമ്പു. ഇതിലും പൂവുണ്ടാവില്ല. ഇത് മഞ്ഞപ്പൂ ഉണ്ടാകുന്ന എപ്പീഷയാണ്. ഇതുവരെ പൂത്തിട്ടില്ല. അവിടെ ഇത് എന്റെ വീട്ടിലാണ്. എന്റെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടോ? ഉണ്ട്. അമ്മ എനിക്ക് തന്നതാ. ഇതുവരെ പൂവായില്ല. പക്ഷെ ഈ വീഡിയോ കാണുമ്പോ എന്റെ അമ്മയും പറയും ചെടീനെ കുറിച്ചിട്ട് ഒരു അറിവുമില്ല. അതാ ഞാനും ഓർത്തത്. ഞാനീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഇതാരും നോക്കുന്നുള്ളൂ. ചെടി തിരിഞ്ഞു നോക്കില്ലാത്ത ഒരു ജന്മമാണല്ലോ ആ വീട്ടിൽ ചെന്നത്. ഇത് മഞ്ജുള പോത്തോസാ ഇത് കേട്ടോ. മഞ്ജുള. അപ്പൊ യൂട്യൂബിന് നല്ലൊരു ടൈറ്റിൽ ഇതാണ്, ഹയ്യയും പോത്തോസും പിന്നെ ഞാനും. പോത്തോസും പിന്നെ ഞാനും. പോയ ഇത് മണിമുല്ല. ഇത് എല്ലാവർക്കും ഇപ്പൊ അറിയാവുന്ന മണിമുല്ല നല്ലതാ. അതിന്റെ അടിയിലോട്ട് കയറണ്ട. പൂവ് എന്താ ഉണ്ടാവാ? ഡിസംബറിലേ ഇത് പൂക്കുള്ളൂ. ക്രിസ്മസ് കഴിഞ്ഞ ഡിസംബറിൽ ഉണ്ടായില്ലല്ലോ. പക്ഷെ നിറച്ചു പൂവുണ്ടായി. അപ്പൊ ഞാൻ എവിടെയായിരുന്നു? നീ കുഞ്ഞായിരുന്നു ആ സമയത്ത്. ക്രിസ്മസ് മുല്ല എന്ന് പറയും. വർഷത്തിൽ ഒരിക്കലായി. ഞാന് കോയമ്പത്തൂരിലല്ലായിരുന്നോ സൂര്യ ഫോട്ടോ? ഇത് പറഞ്ഞായിരുന്നു അമ്മ ഈ കുരിശില്? ഇല്ല. അത് ബ്ലാക്ക് അങ്ങോട്ട് തീരുമ്പോ സൂക്ഷിച്ചു വേണേ. ഒരു കടന്നലുണ്ട് അവിടെ. ഇവിടെ അമ്മ എല്ലാം വളർത്തുന്നുണ്ട്. കടന്നല് കുത്തിയതാ ചെടി. ഞാൻ അതിനെ ഇതടിച്ചു, ഹിറ്റടിച്ചു പോയി. പതുക്കെ ചേട്ടൻ പോകോ. ഇവിടെ വന്നിരിക്കുന്നത് അവിടെ പോയി ബ്ലാക്ക് ഐഡ് സൂസൻ വൈൻ എന്ന് പറയും. സൂസനാ? സൂസൻ വൈൻ. ഇത് നമ്മള് നല്ല ഭംഗിയാണ് കാണാൻ. ബ്ലാക്ക് ഐഡ് കണ്ടോ? ബ്ലാക്ക് ഐ ഒരു ബ്ലാക്ക് സ്പോട്ട്. അതുകൊണ്ട് ഇതിന് അങ്ങനെ പേര് പറയാം. ബ്ലാക്ക് ഐഡ് സൂസനാ? വൈൻ. സൂസൻ സൂപ്പർ. നീ മേടിച്ചല്ലേ? അത് ഞാൻ മേടിച്ചാ. ഓ ഇത് പൂജ. അതേ എന്നെ കടന്നലിന്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഹിറ്റ് അടിച്ചായിരുന്നു. കണ്ടോ തൂജ? കണ്ടോ കടന്നലിന്റെ കൂട് കണ്ടോ? എന്നെ ഞാൻ ഹിറ്റ് അടിച്ചു. ഇതാ എന്നെ കുത്തി കയ്യിലെല്ലാം നീര് വന്നു. കൂട് കണ്ടോ? കൂട് കണ്ടില്ല. എനിക്ക് പേടിയാ. എന്നാലും എങ്ങാനും വന്നാലോ അവൻ. ചേട്ടന്റെ തൂജയില് കടന്നല് കേറി. ഇതാ ലോറപ്പറ്റാല.
ലോറ പെറ്റാറ ലോറ പെറ്റാറ. ഇല കണ്ടോ നല്ല ചുമന്നിരിക്കുന്നു. പക്ഷെ പൂവിന്റെ കളർ എന്താ ഉണ്ടാവാ? ചുമന്ന പൂ നല്ല രസമാണ് കാണാൻ. പക്ഷെ അതും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായിരുന്നത് ഇതൊന്നും നമ്മള് കാണുന്നില്ല. DAP ഇച്ചിരി ഇടണം. അപ്പൊ ചുമന്ന വലിയ പൂവാ, അത് കുഞ്ഞു പൂവാ. ഇങ്ങനെ ഈർക്കില് പോലെ ഇരിക്കും. 5-6 ഇതള് കാണും. ഓ, നല്ല രസമാണ്. ലോറ പെറ്റാറ, പറ്റാല റോറ പെറ്റാറ. അപ്പൊ ഇനി ചാമ്പമരം. ഇത് ചാമ്പയ്ക്ക ഞാൻ വന്നപ്പോ ഒക്കെ കുറെ ഉണ്ടായിട്ടുണ്ട് ചാമ്പയ്ക്ക. അത് ഓക്കെ, അത് സമ്മതിച്ചു. ഇനി ഇത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, അതിനും പൂവ് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഇല്ലെന്നുള്ളതേ ഉള്ളൂ. ഇതോ? അത് റിയോ പ്ലാന്റ്. റിയോ പ്ലാന്റാ? റിയോയുടെ പിങ്ക് ഉണ്ട്, റിയോയുടെ ഗോൾഡ് ഉണ്ട്. ഓർഡിനറി റിയോ ഉണ്ട്, അത് ഞാൻ വാങ്ങിച്ചില്ല. ഓർഡിനറി റിയോ ഞങ്ങളുടെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതാ ബട്ടർഫ്ലൈയുടെ വേറൊരു ടൈപ്പ് പ്ലാന്റ് കണ്ടോ നമ്മൾ അവിടെ കണ്ടത് അതേ സെയിം തന്നെയാണല്ലോ. ഇത് വേറൊരു സൈസായത്, ഇച്ചിരൂടെ മരം പോലെ. ആണോ? ഇതിന് പൂവുണ്ടല്ലോ, ഈ വെള്ള പൂ. ഇതിന്റെ പേരെന്നാ? അതിന്റെ പേര് ബാസ്കറ്റ് പ്ലാന്റ്. ബാസ്കറ്റ് പ്ലാന്റ്. അപ്പോ ഇത് നമ്മുടെ ഗോൾഡൻ എന്താ പോത്തോസ്. ഇതോ? അത് ആ ഗോൾഡൻ പോത്തോസ് താഴെ കൂടെ പോയി ഭിത്തിയെ കേറിയത്. പക്ഷെ ഭിത്തി കേറുമ്പോ ഇല വലുതായി. രസമുണ്ട് അല്ല, പക്ഷെ ഭിത്തി കേറുമ്പം ഇല വലുതാവും. ഇതിനകത്ത് നിക്കുന്നോണ്ടാണ് ഇത് ചെറുതായിട്ട് നിക്കുന്നത്. ഇത് നല്ലതാ. ഇതിനകത്ത് പൂ ഉണ്ടാവില്ലേ? അത് അങ്ങനെ എന്തോ ഒരു വാട്ടർ എന്തോ ഒരു ഇതാണ്, എന്തോ പേര് ബ്ലാക്ക് കൊളോക്കേഷ്യ. ജൈന്റ് 10 മണി നമ്മളിപ്പോ അവിടെ കണ്ടില്ലായിരുന്നോ? ഇല്ല അല്ലേ? ഇത് 10 മണിക്ക് വിരിയും. എല്ലാ ദിവസവും 10 മണിക്ക് വിരിയും. 4 മണി പൂ ഉണ്ട്, അതില്ലല്ലേ? 4 മണി പൂവില്ല. അതിന് സംഘടിപ്പിക്കണം കേട്ടല്ലോ കുഞ്ചു. 4 മണി കാറ്റുണ്ട്. 4 മണി പൂ. ഇത് ആ പിങ്കിന്റെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇത് അവിടെ തൂക്കണം. അതിന് വേണ്ടി ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. തൂക്കണം കേട്ടോ, തൂക്കണം. ഇവരെ ഒന്നിനും കിട്ടത്തില്ല, അതല്ലേ പ്രശ്നം. അല്ല, അപ്പൊ ഈ ചെടികളൊക്കെ എല്ലാം അമ്മ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കും അല്ലേ? പാവം. ഒരു സമയം വരെ നമുക്കായിരുന്നു നമ്മൾ ഇത്ര പിന്നെ ഓർക്കിഡ് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയ ഓർക്കിഡ് ഉണ്ടോ? എവിടെ? ഓർക്കിഡ് ഇതാ? ഇതില് പൂവില്ല. ഉണ്ടായിരുന്നു, ഈടെ ഉണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോ എടുത്ത് നമ്മുടെ അതിന്റെ വാട്സാപ്പ് DP-യിൽ ഇട്ടായിരുന്നല്ലോ ഒരു ദിവസം. അതിന്റെ ഫോട്ടോ എടുത്ത് ഇൻസേർട്ട് ആയിട്ട് കൊടുക്കാം. ശരി, അതിന് ഫോട്ടോ ഇല്ലല്ലോ. ഉണ്ടായി വരുന്നുണ്ട് കണ്ടോ? ഏത് കളറാ അറിയത്തില്ല, ഇത് ആദ്യമായിട്ട് പൂക്കുക. ഇത് പിങ്ക്, ഇത് പിങ്ക്, ഇത് വേറെ. അത് വേറെ. ഇത് ഒരു ലൈറ്റ് പിങ്ക്, ഇത് പൂത്തിട്ടുണ്ട് നേരത്തെ. ഇതെല്ലാം ഒരെണ്ണത്തിലാണ് ഈ പല കളറ്. ഞാൻ കെട്ടി വെച്ചിരിക്കുക 6-7. ഇത് നമ്മുടെ ഫേവറേറ്റ് പ്ലാൻ. ഫേവറേറ്റ് ആരുടെ? എന്റെ. എന്താ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫേൺ. ഞാനെന്താ പറഞ്ഞ? ഫേൺ. ഇതാണ് നമ്മളെ ആ കുഞ്ചുവിന്റെ ബർത്ത്ഡേക്ക് വന്നപ്പോ സഞ്ജുവും കണ്ണനൊക്കെ ഇവിടെ വന്നിട്ട് അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ഫോട്ടോ എടുത്ത്. ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കാൻ നല്ല. അസ്പരാഗസ് അതിന്റെ പേര്. അസ്പരാഗസ്. ഇനി 2 കോട്ടൺ ക്യാൻഡി. ഒരു ഗ്രൂപ്പ്, ഒരു സ്പീഷീസിന്റെ പേരാണ്. അതിന്റെ പല ടൈപ്പാണ്. ഒരു ഗ്രൂപ്പിന്റെ ഇപ്പൊ 10 മണി എന്ന് പറഞ്ഞാൽ പലതരം ഉണ്ടായിരുന്നു. അതേപോലെ ഫേൺ എന്ന് പറയുന്ന ഒരു സ്പീഷീസാ. അതിനകത്തിൽ പല ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഇത് അസ്പരാഗസ് ആണ്. ഇനി കോട്ടൺ ക്യാൻഡി എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്, അതിന് മേടിച്ച് തൂക്കാനാണ്. അതിനാണ് ഇതിങ്ങനെ കാലിയൊക്കെ വെച്ചിരിക്കുന്നത്. ഇതെന്ന് കിട്ടും കോട്ടൺ ക്യാൻഡി? ഇന്നലെ അന്വേഷിച്ചു. ഇന്നലെ ഫിഷ് ഫേണും മറ്റേ വേറെ ഫേൺ മാത്രം കിട്ടിയുള്ളൂ. അമ്മക്ക് ഇഷ്ടപ്പെടില്ല, ഇഷ്ടമുള്ള പറഞ്ഞാൽ കിട്ടിയില്ല. കോട്ടൺ ക്യാൻഡി വേണമെന്ന് സ്പെസിഫിക് ആണെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിരിക്കും, അത് വേണം. അല്ലെങ്കിൽ അത് വെറുതെ കിടക്കട്ടെ. ചിലന്തി വരെ വന്നപ്പോൾ ഇതിന് പക്ഷെ വെള്ളം ഒഴിക്കണ്ടല്ലോ. വെള്ളം 2 ദിവസത്തിലൊരിക്കലും. ഇത് ഞാൻ കറക്റ്റ് ഫോളോ ചെയ്യുന്നത്. വല്ലപ്പോഴും ഒഴിക്കാറുണ്ടോ? പക്ഷെ ഇതിന് ഇച്ചിരി, ഇതിന്റെ ലീഫിന് ഇച്ചിരി മിസ്റ്റ് പോലെ വെള്ളം, ഒരു തണുപ്പ് കൊടുക്കുന്ന ഒരു ഷെയ്ഡിൽ വളരുന്നത്. ഇതിന് വെയില് വേണ്ട. ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരുവിധം എല്ലാ ചെടികളും ഇതാണ്. ഇനിയുള്ളതൊക്കെ മറ്റേ നോർമൽ മരങ്ങളാ, വാഴ, അത് അതൊക്കെ തോട്ട, അത് വേണ്ട. വെറൈറ്റി, അതെ കൃഷി, വെറൈറ്റി ചെടികളാണ് ആൾക്കാർ. അപ്പോൾ ഞങ്ങൾക്ക് സങ്കടമുണ്ട് ഈ ചെടികൾ ഞങ്ങൾ ശ്രദ്ധിക്കാത്തതിൽ. പക്ഷെ എന്ത് ചെയ്യാനാ, ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ നമ്മളിങ്ങനെ ചെന്നൈ, ട്രിവാൻഡ്രം, ഹൈദരാബാദ്, കൊച്ചി എന്നിങ്ങനെ നഗരങ്ങളിൽ ജീവിക്കാനായിട്ട് ഇങ്ങനെ ഓടുന്നുണ്ട്. ചെടികളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ, അറിവും വിജ്ഞാനവും ചെടികളോടുള്ള സ്നേഹവും ഉള്ള ഒരാള് കിട്ടിയത് കൊണ്ട് നമ്മുടെ ഈ വീട്ടിലെ ചെടികൾക്ക് ഒരു പ്രശ്നവും പറ്റാതെ ഇരിക്കുന്നു.
അതിങ്ങനെ കാലാകാലങ്ങളും എന്നേക്കുമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രതീക്ഷകളോടെ കുഞ്ചുവിന്റെ പ്രചോദനത്തിന് നന്ദി. ഇനിയും ഇവിടെ ഒരുപാട് ചെടികൾ കൊണ്ട് നടുക. പ്രചോദനം മാത്രം. ഇതെല്ലാം നോക്കി നടന്ന അമ്മയോട് കൂപ്പ് കേൾക്കും. അപ്പൊ ഇനി നമുക്ക് നോക്കാം, കമന്റിൽ ആരെങ്കിലും എന്തെങ്കിലും ചെടിയെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കത് അവർക്ക് കൊടുക്കാം. ഏതെങ്കിലും തൈയൊക്കെ നമുക്ക് ചോദിച്ചാൽ കൊടുക്കാനുണ്ടോ ആൾക്കാർക്ക്? ഉണ്ടാവോ? ഈ റിയോ പ്ലാന്റ് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ തൈ. ബട്ടർഫ്ലൈ ഉണ്ട്, അതൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഗോകുലും വന്ന് പറയുന്നു. അതെ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും, ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഇതല്ല, ജസ്റ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും വെറൈറ്റി ചെടികൾ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ അതിങ്ങനെ തയ്യ് കൊറിയറൊക്കെ ചെയ്യായിരിക്കും അല്ലേ? എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. ഒരു കൊറിയറിന് 70 രൂപ വെച്ചാവും. അതുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ അയച്ചു തരാം. എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യൂ, പേരുകൾ ആലോചിക്കൂ. ഇതിന് വേറെ പേരുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അതും പറയൂ. ഇത് റോസ്. ഇത് നമ്മുടെ റോസാപ്പൂ. ഒരു റോസേ ഉള്ളൂ അല്ലേ? സാധാ പനിനീർ റോസ എന്നാണ് ഞങ്ങൾ പറയാ. ഇതോ സാധാരണ റെഡ് പട്ട് റോസ എന്ന് പറയും. അതെ, അത് മണമുണ്ട്. നാടൻ റോസയാണ്. അത് നാടൻ റോസ. പിന്നെ അവിടെയുള്ള ഇലയോ? അത് ഫിലോഡൻഡ്രോൺ. കൊല്ലന്നെ. ഫിലോഡണ്ടൻ. ഫിലോഡൻഡ്രോൺ. ഒരു കാണ വെറൈറ്റിയാ ഫിലോഡൻഡ്രോൺ. അപ്പൊ ഇത് ഇങ്ങനെ മാത്രമേ വളരുള്ളൂ. പക്ഷെ രസമുണ്ട്. പോത്തോസിന്റെ ലീഫ് ഉണ്ട്. പോത്തോസിന്റെ വലിയ ലീഫാ. ഇതിന് ഈ വലിപ്പല്ലേ വരുള്ളൂ, അത് പൊങ്ങി ഇങ്ങനെ ബുഷി ടൈപ്പാണ്. അപ്പൊ നമുക്ക് നിലത്ത് കാണാമല്ലോ. എന്തിനു ചട്ടിയിൽ വെച്ചിരിക്കണം? പക്ഷെ കാട് പോലെ ഫിലോഡൻഡ്രോൺ. ഇത് നമ്മളിങ്ങനെ ഇവിടെ വെച്ചിരിക്കാണ്. നമുക്ക് മുറ്റത്തിൽ സ്ഥലം ഇല്ലാത്തോണ്ട് എന്തെങ്കിലും വളർന്നുകൊണ്ടുണ്ടാകുന്ന അത് ഇത് വ്യത്യാസമുണ്ടോ? ഇത് ഫാൻസി വേരിയ വേറൊരു ടൈപ്പാണ്. ഇത് CC പ്ലാന്റ് വേറെ, മറ്റേ ബ്ലാക്ക് CC അപ്പുറത്ത് ഗ്രീൻ CC. ഗിഫ്റ്റ് കിട്ടിയതല്ലേ ഇത് ബാങ്കിൽ നിന്ന് ചെറുതല്ല. എന്താ ചെടി? കോസ്റ്റ്. ഇത് ചില വീടുകളിലൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ കുറെ പൂക്കൾ എല്ലാ ദിവസവും ഉണ്ടാവും തോന്നുന്നു അല്ലേ? കോസ്റ്റ് ആണോ അതിന്റെ പേര്? അതെ. അപ്പൊ ഇത് നമ്മള് ഇവിടെ സൈഡിലാക്കി വെച്ചിരിക്കണം. ഇവിടെ ഇങ്ങനെ കുറെ മാവും കരിവേപ്പിലയും അങ്ങനത്തെ. ഇത് മുല്ലയല്ലേ? മുല്ലയൊക്കെ ഉണ്ട്. ഇതിനും എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണോ ഈ കോസ്റ്റിനൊക്കെ? അങ്ങനെ ഒന്നും വേണ്ട, അത്ര വലിയ കെയർ ഒന്നും ചെയ്യണ്ടാത്ത ഒരു ചെടിയാണ്. അതെ, പാവം കോസ്റ്റ്. അപ്പൊ അതും ഉണ്ട് ഇവിടെ. ഒരു കാര്യം കൂടി കാണിക്കാം. നമുക്ക് എന്താ പറയാ, നെയ്യപ്പം തിന്നാ രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്ന പോലെ ഇവിടെ ചെടി നനച്ചോണ്ടിരിക്കുമ്പോൾ ഇവിടെ ചെടികൾക്ക് തന്നെ വെള്ളം, അവിടെ ഒരു അത് തന്നെ അങ്ങോട്ട് നനയുന്നുണ്ട്. അതെ. ഇത് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ചെടികൾക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിനൊന്നും അധികം വെള്ളം വേണ്ടത് ചെടികളായതുകൊണ്ട് അമ്മ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ബാക്കി ഫ്രീ ആയിട്ട് വരാതെ അല്ലേ? രണ്ടുണ്ട് കാര്യം. അപ്പൊ ബാക്കിയെല്ലാം അമ്മ ഇങ്ങനെ നടന്ന് നനയ്ക്കും. മഴയത്തും ചെടി നനയ്ക്കുന്ന ഒരു ചെടി സ്നേഹിയാണ് നമ്മുടെ ഈ വീട്ടിലുള്ളത്. ഇപ്പൊ ഇതിന്റെ അടിയിൽ മൊത്തം കമന്റ് വരാൻ പോണത് ആർക്കാന്നറിയാം? നിങ്ങൾക്കൊന്നല്ല വരണേ, നിങ്ങൾക്കല്ല, എനിക്ക്. ഇങ്ങനത്തെ ഒരു മെനക്കെട്ട ഒരു സാധനം, ഒരു അടുക്കളപ്പണിയും ചെയ്യില്ല, ചെടിയും നനയ്ക്കില്ല, തുണിയും നനയ്ക്കില്ല. അതെല്ലാം പാവം ഒരു അമ്മയെ കിട്ടിയത്. എന്റെ അന്നെന്താ പറയാ, പാവം ഒരു അമ്മയെ കിട്ടിയതിൽ ഇത് ചെയ്യണമെന്നുണ്ടോ, ഉപയോഗിക്കണമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. യെസ്, ഇതൊന്നും ചെയ്തില്ല. ഞാൻ ഒരു പണിയും ചെയ്യാതെ ഈ വീട്ടിൽ ജീവിക്കാനാണ് എന്റെ തീരുമാനം. അങ്ങനെ പറഞ്ഞാല് അവര് അല്ല, അങ്ങനെയല്ല. ഞാൻ എന്തോ പറഞ്ഞു, സിമ്പിൾ ഊണാണ് എന്ന് പറയുമ്പോ അവര് സിമ്പിൾ എന്നും പറയാൻ എളുപ്പമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു. എല്ലാം മറയാം, പക്ഷെ ചെയ്യാൻ നിവൃത്തിയില്ലാത്തൊരു സിറ്റുവേഷനാണ്. അത് പറയാൻ നമുക്ക് പറ്റുന്നില്ല. ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ തെറികൾക്ക് വേണ്ടി. ഇതിനൊക്കെ വെള്ളം ഉണ്ടോ നോക്കിയിട്ട്
ആരാണോ പറയണേ? ഓഡിയൻസ് കേൾക്കുന്നുണ്ടോ? ആ ചെറിയ പേരെന്താ? എപ്പീഷ്യയിലേക്ക് മണ്ണില് തൊട്ട് നോക്കുക, വെള്ളമയം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വേണം ചെടിക്ക് വെള്ളം ഒഴിക്കാൻ. പോത്തോസിന് എന്നും ഒഴിക്കണം അല്ലേ? എല്ലാം 2-3 ദിവസം, പക്ഷെ അമ്മ ഡെയിലി ഇറങ്ങും. ഡെയിലി ഇറങ്ങും. മോയ്ക്കോ? 2 ദിവസം ഒഴിക്കണം. പക്ഷേ ഇച്ചിരൊക്കെ ഞാൻ ഒഴിക്കും ചൂടാണെങ്കിൽ. ഇപ്പൊ മഴയല്ലേ, എന്നിട്ട് ഒഴിക്കുകയാണോ? അതിന് അവിടെ തൂക്കിയിട്ടതിന് വെള്ളം കിട്ടത്തില്ലല്ലോ. ആടെ ഷെയ്ഡിലല്ലേ കിടക്കുന്നത്, അതുകൊണ്ടാണ്. കുഞ്ചുടി പാൻ ചെയ്തതിന് തെറി കേൾപ്പിക്കാനായിട്ട് ചെടി നനയ്ക്കുന്ന അമ്മ നാം കടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പാൻ ചെയ്ത് എന്തിനാ അല്ല എന്നെ എങ്ങനെയും തെറി കേൾപ്പിക്കുന്നത്. പക്ഷെ എനിക്കൊരു നാണമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എന്നിലൊരു ഭാവി കാണുന്നുണ്ട് ചെടി തളർത്താനാ. ഈ സാമ്രാജ്യം മൊത്തം. എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും എല്ലാം ചെയ്യും. പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ കുറച്ചൊക്കെ പേര് പഠിച്ചു. പോത്തോസ്, ഡണ്ടൻ, ഹോയ. നിങ്ങൾ എന്ത് പഠിച്ചു? വേറെ ഏത് പേര് പഠിച്ചു? സാൻസിവേരിയ, സ്നേക്ക് പ്ലാന്റ്, ബട്ടർഫ്ലൈ പ്ലാന്റ്, ബട്ടർഫ്ലൈ പ്ലാന്റ്, ഇവിടെ റോസ്, അതൊക്കെ എല്ലാവർക്കും അറിയാം. Hibiscus. അതൊന്നും കാര്യമില്ല. ഇംഗ്ലീഷ് പേര് അമ്മ പറഞ്ഞു. സുന്ദരി വെണ്ട. അതൊന്നും മലയാളം പേര് അതൊന്നും പറ്റില്ല. ഇംഗ്ലീഷാണ് പറഞ്ഞത്. ഇംഗ്ലീഷ്. മഞ്ജുള പോത്തോസ്. അപ്പൊ മണി പ്ലാന്റിൽ 3 പലതരം ഉണ്ട്. അതിൽ ഞങ്ങളുടെ വീട്ടിലുള്ളത് മഞ്ജുള പോത്തോസ്, ഗോൾഡൻ പോത്തോസ്, സിൽവർ പോത്തോസ്. നിങ്ങളുടെ വീട്ടിലും പോത്തോസുകൾ ഉണ്ടെങ്കിൽ പറയൂ. അപ്പൊ നമ്മുടെ ഈ വ്ളോഗിന്റെ പേരെന്തായിരിക്കും? ചിലപ്പോ ഓയും പോത്തോസും പിന്നെ ഞങ്ങളും. ആ അങ്ങനെയായിരിക്കും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ സമയത്ത് ഈ ഒരാളെ ഉണ്ടാവും, 3 പേരും ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായി. ചെടികളോട് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെടികളെ ഇഷ്ടമല്ലാത്തവർക്ക് ചിലപ്പോൾ ബോറടിക്കും. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അപ്പം ടാറ്റാ. ബൈ. ബൈ.